കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുത്തതിൽ നഷ്ടപരിഹാര വിതരണം 77% പൂർത്തിയായി. ജില്ലയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ 1986.64 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 1700 കോടി രൂപയും വിതരണം ചെയ്തു. പാത വീതി കൂട്ടാൻ രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആരംഭിക്കൂ. ടോൾ പിരിവിന് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും ചരക്ക് വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒതുക്കി നിർത്തി ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കാനുമാണ് കൂടുതൽ ഭൂമി ഏറ്റെടുത്ത് പാത വീതി കൂട്ടുന്നത്. ഇതിനായി ജില്ലയിൽ 7 സ്ഥലങ്ങളിൽ കൂടുതൽ ഭൂമി ഏറ്റെടുക്കാനാണ് തീരുമാനം. ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് NHA ശ്രമം നടത്തിയിരുന്നത്. ഈ മാസം തന്നെ 3A ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനും നീക്കമുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇതിന് തടസ്സമായി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങിയതോടെ ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് ചുമതലകൾക്കും നിയോഗിച്ച ഉത്തരവായി. നിലവിൽ 45 മീറ്റർ വീതിയിൽ 53 കിലോമീറ്ററാണ് ജില്ലയിലൂടെ പാത കടന്നു പോകുന്നത്. പുതിയ 7 ഇടങ്ങളിൽ 60 മീറ്റർ വീതി കൂട്ടിയാകും ദേശീയപാതയുടെ നിർമ്മാണം. വാഴയൂർ, കരുവാരക്കുണ്ട്, കാരക്കുന്ന്, അരീക്കോട്, വാഴക്കാട്, ചെമ്പ്രശ്ശേരി, ചീക്കോട് എന്നീ വില്ലേജുകളിലാണ് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുക. നിലവിൽ ഏറ്റെടുത്ത ഭൂമിയുടെ ഇരുവശങ്ങളിൽ നിന്നും 7.5 മീറ്റർ വീതിയിലാണ് 7 വില്ലേജുകളിലും ഭൂമി അധികമായി ഏറ്റെടുക്കുക. ജില്ലയിൽ ഇതുവരെ 15 വില്ലേജുകളിൽ നിന്ന് 238 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത്. പുതിയ പദ്ധതി പ്രകാരം 9 ഹെക്ടർ ഭൂമി കൂടി നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുക്കും. 45 മീറ്റർ വീതിയിൽ പാത നിർമ്മിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നീട് ടോൾ പിരിവിന് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും ചരക്ക് വാഹനങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനും വീതി കൂട്ടണമെന്ന ആവശ്യവുമായി നാഷണൽ ഹൈവേ അതോറിറ്റി സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. ഇതോടെ പുതിയ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യഘട്ടത്തിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. ഇതിനോടൊപ്പം തന്നെ വീതി കൂട്ടുന്നതിനായുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികളും പുരോഗമിക്കും. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.